വംശത്തിന്റെയും തുടർന്ന് ചന്ദ്രവംശത്തിന്റെയും കഥ. സൂര്യവംശത്തിൽ പ്രധാനികളായിരുന്നു ഒന്ന് ശ്രീരാമസ്വാമിയുടെ അവതാരവും അതുപോലെ പരശുരാമസ്വാമിയുടെ അവതാരവും. ചന്ദ്രവംശത്തിൽ പ്രധാനികളായിട്ട് ബലരാമസ്വാമിയും ഭഗവാൻ ശ്രീകൃഷ്ണനും അവതരിക്കുന്നു. വാസ്തവത്തിൽ ഈ ചന്ദ്രവംശമെന്നും സൂര്യവംശമെന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ ഈ പ്രപഞ്ചത്തിലുള്ളവർ സൂര്യനെ പ്രധാനമായിട്ടെടുത്താണ് അവരുടെ ദിവസങ്ങളും നാളുകളും നക്ഷത്രങ്ങളും ഗതികളും കാര്യങ്ങളൊക്കെ നോക്കുക, അല്ലെങ്കിൽ ചന്ദ്രൻ. ഇപ്പൊ ഹിന്ദുക്കളൊക്കെ സൂര്യനെ നോക്കിയിട്ട് കാര്യങ്ങൾ ഗണിക്കുന്നു, പറയുന്നു, മനസ്സിലാക്കുന്നു, ചെയ്യുന്നു. മുസ്ലിങ്ങളാണെങ്കിലൊക്കെ ചന്ദ്രമാസം നോക്കിയിട്ടാണ്. ഈ സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിലെ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു, സൂര്യൻ ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. നമ്മൾ സൂര്യനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാറ് എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും ഭൂർഭുവസ്വ തസ്സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചാലും പ്രചോദിപ്പിച്ചാലും ഉണർത്തിയാലും. അപ്പൊ ഇത് രണ്ടുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. ഒന്ന് മനസ്സിനെക്കുറിച്ചുള്ള അവബോധം, രണ്ട് വിവേകബുദ്ധി കൊണ്ട് ആ മനസ്സിനെ ഭഗവത് പ്രേമത്തിൽ ഊന്നിയിട്ട് ജീവിക്കാനുള്ള ശക്തി. ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പൂർവികന്മാർക്ക് മനസ്സിലായി. അങ്ങനെ ബാലൻസ് ചെയ്തൊരു വ്യക്തിത്വമാണ് ഇവിടെ സൂര്യവംശത്തിൽ അവതരിച്ച ദശരഥപുത്രനായ ഭഗവാൻ ശ്രീരാമസ്വാമി. അങ്ങനെ ആ ശ്രീരാമസ്വാമിയുടെ കഥയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രാമായണം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കർക്കിടക മാസം നമ്മുടെ വീട്ടിലൊക്കെ രാമായണം വായിക്കുന്നതാണ്. അങ്ങനെ വായിക്കുമ്പോഴും പലപ്പോഴും പലരും അത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ അതിലെ തത്വം മനസ്സിലാക്കിയിട്ടാണോ അറിയില്ല. എന്നാലും അങ്ങനെ ഒരു നിശ്ചയം ഇവിടെ വെച്ചതുകൊണ്ട് വായിച്ചല്ലേ പറ്റുള്ളൂ. കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചില്ലെങ്കിൽ കലിബാധ ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ വീട്ടിലുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ടെങ്കിലും രാമായണം വായിക്കുന്ന ആളുകളുണ്ട്. അത് വായിച്ച് നാം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും ശ്രീരാമൻ എന്ന് പറയുന്ന ആ അവതാരമൂർത്തി ഒരു കാലഘട്ടത്തിൽ അയോധ്യയിൽ ജനിച്ച് ജീവിച്ചു പോയ ഒരു രാജാവ് മാത്രമല്ല, ഒരു ഈശ്വര പുരുഷൻ മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തരിലും നമ്മളെ എപ്പോഴും ആനന്ദമാക്കി നിർത്തുന്ന നമ്മുടെ ഓരോരുത്തരെയും ആത്മീയ ശക്തി തന്നെയാണ് ഭഗവാൻ രാമൻ എന്നുള്ളതാണ്. ഭഗവാൻ രാമൻ എന്ന പേരിടുമ്പോൾ തന്നെ അദ്ദേഹം ആരാമം കൊടുക്കുന്നവനാണ്, എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്നവനാണ്. എല്ലാവർക്കും എപ്പോഴും സന്തോഷം കൊടുക്കുന്നവനെയാണ് രാമൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കി തീർക്കുന്നത് ആരാണ്? നമ്മളെ തന്നെ നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യമാണ്. അതുകൊണ്ട് രാ എന്ന ശബ്ദത്തിനർത്ഥം ചൈതന്യമെന്നാണ്, പ്രകാശമെന്നാണ്. ഫിസിക്സിനൊരു നിയമമുണ്ട്. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂട്ടി ഉരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വെളിച്ചം വരണം, പ്രകാശം വരണം, ലൈറ്റ് വരണം എന്നുള്ളത്. അങ്ങനെയാണല്ലോ രണ്ട് വസ്തുക്കളെ തമ്മിൽ നമ്മൾ ഘർഷണം ചെയ്താൽ അതിനൊരു സ്പാർക്കിംഗ് വരും, ഒരു ഇല്ലൂമിനേഷൻ വരും. അപ്പോ ഇവിടെ രാ എന്ന ശബ്ദം നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ നമ്മുടെ ചുണ്ട് മേൽഭാഗവുമായിട്ടൊരു ഘർഷണം ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് രാ എന്നുള്ള ശബ്ദം പറയാൻ സാധ്യമല്ല. രാ എന്ന് അല്ലാതെ പറഞ്ഞു നോക്കൂ, സാധ്യമല്ല. അപ്പൊ മേൽചുണ്ടുമായി തൊടുമ്പോഴാണ് രാ എന്ന് പറയാൻ പറ്റുന്നതെങ്കിൽ ഏതൊരു ചൈതന്യത്തിന്റെ ശക്തി കൊണ്ടാണോ നമ്മുടെ നാവിന് വളഞ്ഞ് മേൽഭാഗവുമായി ചുണ്ടുമായി തട്ടാനും ഘർഷണമുണ്ടാക്കാനും സാധിക്കുന്നത്, ആ ചൈതന്യ ശക്തിയാണ് രാമൻ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആര് അതിനെ മനസ്സിലാക്കുന്നുവോ അവർക്ക് അവരുടെ സ്വരൂപത്തിൽ തന്നെ രമിക്കാൻ, ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ ശാസ്ത്രം ആത്മാരാമന്മാരെന്ന് പറയുന്നു. അങ്ങനെ ആത്മാരാമനായി തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി ഇവിടെ അവതരിച്ച പുരുഷനാണ് ശ്രീരാമസ്വാമി. അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമി പട്ടാഭിഷേകത്തിന് മുമ്പ് സ്വന്തം ചെറിയമ്മയിലൂടെ വനത്തിലേക്ക് പറഞ്ഞയച്ചപ്പോഴും യാതൊരു ചഞ്ചലതയും മനസ്സിലുണ്ടായില്ല പറയാണ്. അദ്ദേഹം കാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു സാധാരണ വ്യക്തി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ശ്രീരാമസ്വാമി അനുഭവിക്കുകയാണ്. കാട്ടിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യയെ ഒരു രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു, എന്നിട്ട് വാനരന്മാരുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിഭീഷണന്റെ സഹായത്തോടുകൂടിയിട്ട് അവിടെ ചെന്ന് രാവണനെ വധിക്കുന്നു. അങ്ങനെ സീതാദേവിയെ വീണ്ടെടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയൊരു വലിയൊരു പ്രശ്നമുണ്ട്, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. ഒരു വർഷം രാവണന്റെ സന്നിധിയിൽ, രാവണന്റെ കൊട്ടാരത്തിൽ നിന്ന് സീതാദേവിയെ താൻ സ്വീകരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രജകൾ എപ്രകാരമായിരിക്കും സ്വീകരിക്കുക? ആളുകൾ പറയില്ലേ, രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച ചാരിത്രശുദ്ധിയില്ലാത്തവളാണ് രാജാവിന്റെ പത്നിയെന്ന്. അങ്ങനെ ശ്രീരാമസ്വാമി സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ, സീതാദേവിയോട് തന്റെ വിജയം അറിയിക്കാൻ
ഹനുമാൻ സ്വാമിയോട് പറയും. ഹനുമാൻ സ്വാമി അവിടുന്ന് ചെന്ന് സീതാദേവിയോട് പറയണം, ഇവിടെ ശ്രീരാമചന്ദ്രനും അതുപോലെ തന്നെ ആര്യപുത്രനും സഹോദരൻ ലക്ഷ്മണനും വിജയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഹനുമാൻ സ്വാമി അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് പണ്ട് താൻ കണ്ട സീതാദേവിയുടെ അവസ്ഥയല്ല ഇപ്പോ. മുഷിഞ്ഞ വസ്ത്രം, അതുപോലെ തന്നെ മുടിയെല്ലാം അലങ്കോലമായിട്ടിരിക്കണു. എത്രയോ സൗന്ദര്യമുണ്ടായിരുന്ന സീതാദേവി ഇപ്പോ അതാ ആകെ ഒരു മങ്ങലേറ്റിരിക്കണു. ആ ഒരു കാഴ്ച കണ്ടതും ഹനുമാൻ സ്വാമിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞു, ആര്യപുത്രൻ വിജയിച്ചിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചിരിക്കുന്നു. പ്രതിവചനം വല്ലതും പറയാനുണ്ടോ ദേവിയെന്ന്. ആ സമയത്ത് പറഞ്ഞു, എനിക്ക് ആര്യപുത്രനെ ഈ വേഷത്തോടുകൂടി കാണണമെന്ന് മോഹമുണ്ടെന്ന്. ആ ചളി പിടിച്ച വസ്ത്രങ്ങളോടുകൂടി അഴിഞ്ഞിരിക്കുന്ന മുടിയോടുകൂടിയിട്ട് ശ്രീരാമസ്വാമിയെ കാണണമെന്ന കാര്യം ഹനുമാൻ സ്വാമി ചെന്ന് പറഞ്ഞപ്പോ ശ്രീരാമസ്വാമി ഉടനെ തന്നെ വിഭീഷണനോട് പറയും, സീതാദേവിയെ നല്ലവണ്ണം കുളിപ്പിച്ച് തയ്യാറാക്കിയിട്ട് കൊണ്ടുവരാൻ തോഴിമാരെ ഏർപ്പാട് ചെയ്യുമെന്ന്. അങ്ങനെ തോഴിമാരെയൊക്കെ ഏർപ്പാട് ചെയ്ത് വിഭീഷണൻ പട്ടുസാരി കൊടുപ്പിച്ച് പല്ലക്കിൽ സീതാദേവിയെ കൊണ്ടുവരുമ്പോൾ വാനരന്മാരെല്ലാം സീതാദേവിയെ കാണാൻ വേണ്ടി ഓടുമ്പോൾ വിഭീഷണൻ തടയും, ആരും ചെന്ന് ബുദ്ധിമുട്ടിക്കരുതെന്ന്. അപ്പോൾ ഉടനെ ശ്രീരാമസ്വാമി പറയും, ഇത്രയും ദിവസം യുദ്ധം ചെയ്തത് അവർ സീതാദേവിക്ക് വേണ്ടിയിട്ടാണ്, എന്നിട്ട് അവർക്ക് കാണാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ ആരാ കാണുക? ഏതായാലും അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം യുദ്ധം ചെയ്തതെന്ന്. അങ്ങനെ ആ സീതാദേവി അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് ശ്രീരാമസ്വാമി നിൽക്കുമ്പോൾ തന്റെ അടുത്ത് വന്നിട്ട് സീതാദേവി കണ്ണുകളൊക്കെ നിറയ്ക്കും. ആ സമയത്ത് ശ്രീരാമസ്വാമി സീതാദേവിയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പോ സീതാദേവി മനസ്സിലാക്കിക്കൊള്ളൂ, ഞാൻ യുദ്ധമൊക്കെ ചെയ്തത് സീതാദേവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ചിലവർക്ക് കൊടുത്ത പ്രതിജ്ഞകളെ സത്യമാക്കി തീർക്കാനാണ് രാവണനെ വധിച്ചിരിക്കുന്നത്. ഇനി സീതാദേവിക്ക് വേണമെങ്കിൽ ഒന്നുകിൽ വിഭീഷണന്റെ കൂടെ താമസിക്കാം, അല്ലെങ്കിൽ ശത്രുഘ്നന്റെ കൂടെ താമസിക്കാം, അല്ലെങ്കിൽ സുഗ്രീവന്റെ കൂടെ താമസിക്കാം. ഏത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. ഏതൊരു ഭാര്യയെ തകർന്നു പോവാതിരിക്കുക, ഏതൊരു ഭാര്യയ്ക്കാണ് ദുഃഖം വരാതിരിക്കുക. ആ ഒരു നിമിഷം സീതാദേവി പോലും അങ്ങേയറ്റം തളർന്നു പോവേണ്ട ഒരു നിമിഷം. ആ സീതാദേവി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിൽ സീതാദേവി പറയും, ആര്യപുത്രൻ, ഈ ശരീരം ദൗർബല്യമുള്ളതാണ്. ഒരു രാവണന് ഈ ശരീരത്തെ കടന്നു പിടിക്കാൻ സാധിച്ചു എന്ന് വരും, രാവണന്റെ മടിയിൽ ഈ ശരീരം ഇരുന്നു എന്ന് വരും. പക്ഷേ സീതയുടെ മനസ്സിനെ സ്പർശിക്കാൻ രാവണന് സാധ്യമല്ല. എന്നിട്ട് പറയും, എപ്പോഴെങ്കിലും ഞാൻ ശ്രീരാമസ്വാമിയെ വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മണ ചിത കൂട്ടു, അഗ്നി എന്നെ കൊണ്ടുപോകട്ടെ എന്ന്. അങ്ങനെയാണ് തീ കൊളുത്താൻ പറയുന്നതും വിറകൊക്കെ കൂട്ടി വിഷമത്തോടുകൂടി ലക്ഷ്മണൻ വിറകൊക്കെ കൂട്ടി അതിന് കൊളുത്തുമ്പോൾ വാനരന്മാരൊന്നടങ്കം കരയും. ഏതൊരു സീതാദേവി വീണ്ടെടുക്കാനാണോ ഇത്രയും ഘോരമായ യുദ്ധമൊക്കെ ചെയ്തത്, ഇന്നിപ്പോ ആ സീതാദേവി അത് അഗ്നിയിലേക്ക് പോകുന്നു. സീതാദേവി യാതൊരു ദുഃഖവുമില്ലാതെ അതിലേക്ക് ചെന്നിരിക്കുമ്പോഴും ശ്രീരാമസ്വാമിക്കും യാതൊരു ദുഃഖവും കാണില്ല മുഖത്ത്. ഉടനെ തന്നെ അഗ്നിഭഗവാൻ അതാ സീതാദേവിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയും, ഇവള് ചാരിത്രശുദ്ധിയുള്ളവളാണ്, സ്വീകരിക്കൂ ശ്രീരാമാണ്. അങ്ങനെ സ്വീകരിച്ച് കൊട്ടാരത്തിൽ വന്ന് താമസിക്കുന്നു. അങ്ങനെ രാജ്യഭരണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഗർഭിണിയാവുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ഒരാള് തന്റെ ഭാര്യ വൈകി വന്നപ്പോൾ പറയാണ്, നീ തോന്നിയതുപോലെ തോന്നിയ വീടുകളിലൊക്കെ കയറിയിറങ്ങി നടന്ന് നിന്നെ സ്വീകരിക്കാൻ ഞാനാരാണ്, ശ്രീരാമനാണെന്ന് കരുതിയോന്ന്. അപ്പോഴാണ് ശ്രീരാമസ്വാമിക്ക് മനസ്സിലായത്, ഇപ്പോഴും പാവം സീത സംശയത്തിന്റെ പിടിയിൽ നിന്ന് മുക്തയല്ലാന്ന്. അങ്ങനെ അന്ന് രാത്രി സീതാദേവിയോട് ചോദിക്കും, എന്താണ് സീതാദേവി, ഗർഭിണിയാണല്ലോ, മോഹങ്ങൾ വല്ലതും ഉണ്ടോ പറയൂന്ന്. പറയും, പണ്ട് നമ്മൾ കാനനത്തിൽ നടന്നപ്പോ ആ വാൽമീകിയുടെ ആശ്രമത്തിൽ പോവാൻ ഇടവന്നില്ലേ, ഒന്നുകൂടി പോകണമെന്നൊരു മോഹം ഉണ്ടാന്ന്. അങ്ങനെ പിറ്റേ ദിവസം ലക്ഷ്മണനെ വിളിച്ച് സീതാദേവിയെ കാനനത്തിൽ കൊണ്ടുവിടാൻ പറയുകയാണ്. ലക്ഷ്മണൻ കരയും, സാധ്യമല്ല ജ്യേഷ്ഠാന്, ഒരു ഭർത്താവിന് എങ്ങനെ ചിന്തിക്കാൻ തോന്നും. ഉടനെ പറയും, ഇപ്പോ ഭർത്താവല്ല സംസാരിക്കുന്നത്, രാജാവിന്റെ ശാസനമാണ്. അങ്ങനെ രാജാവിന്റെ ശാസനം ഏൽപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ മനസ്സോടുകൂടി സീതാദേവിയും കൂട്ടിക്കൊണ്ട് കാട്ടിൽ പോവും. അവിടെ ചെന്ന് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ഇറക്കി വിടുമ്പോൾ ലക്ഷ്മണൻ യാത്ര പറയുമ്പോൾ പറയും, ലക്ഷ്മണൻ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരാം, അവിടെ കാത്തിരിക്കുമെന്ന്. അപ്പോഴാണ് പറയുക, തിരിച്ചു വരേണ്ട ദേവി, തിരിച്ചു ചെല്ലണ്ട എന്ന് ആര്യപുത്രൻ പറഞ്ഞിട്ടുണ്ടെന്ന്. സീതാദേവിക്ക് മനസ്സിലായി ഇപ്പോഴും സംശയത്തിന്റെ പിടിയിലാത്താനെന്ന്. അങ്ങനെ അവിടെ വെച്ച് പ്രസവിച്ച് ആ ലെവലിലൂടെയും കുശലിലൂടെയും ശ്രീരാമചരിതം പാടിക്കേൾപ്പിച്ച് അങ്ങനെ വീണ്ടും ശ്രീരാമൻ തിരിച്ചറിയാണ്, എന്റെ കുട്ടികളാണ് ഇവരെന്നും. പിന്നീട് സീതാദേവി വീണ്ടെടുക്കാൻ പോകുമ്പോഴേക്കും
സീതാദേവി ഭൂമിയിലേക്ക് മറഞ്ഞുപോയി. അങ്ങനെ വീണ്ടും രാമായണത്തിലെ ലക്ഷ്മണനും മറ്റും പോയി ശ്രീരാമസ്വാമി സ്വന്തം ശരീരം ഉപേക്ഷിക്കുന്നത് വരെയുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാഹോദര്യ സ്നേഹം, പിതൃസ്നേഹം, മാതൃസ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, സുഹൃത്ത് സ്നേഹം, രാജ്യധർമ്മം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രീരാമനിലൂടെ നമുക്ക് വാൽമീകി മഹർഷി കാണിച്ചു തരികയാണ്. ഏതെല്ലാം ധർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും രാമനൊരു ഭയമുണ്ടായിരുന്നില്ല, പറയണം, ചഞ്ചലത ഉണ്ടായിരുന്നില്ല. എങ്ങനെ രാമനിത് നിറവേറ്റാൻ സാധിച്ചു? ഒരു ആത്മീയമായ അറിവിലൂന്നിക്കൊണ്ട് രാമൻ ജീവിതം നയിക്ക വഴി രാമന് സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു, ഉപേക്ഷിക്കാനും സാധിച്ചു. പ്രിയാണ്, നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളൊക്കെ ബന്ധനമായി തീരുന്നത് ഈ ഒരു ആത്മീയ വീക്ഷണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്നും ഭഗവാനാണ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതാണ് പരമാർത്ഥമെന്നും ഒക്കെ നമ്മൾ നല്ലവണ്ണം വിവേകത്തോടുകൂടി മനസ്സിലാക്കിയിട്ട് ജീവിക്കുമ്പോൾ ബന്ധങ്ങളൊന്നും ബന്ധനമായി തീരില്ല എന്ന് രാമായണം നമുക്ക് സൂക്ഷ്മമായിട്ട് കാണിച്ചു തരുന്നു. ഇത്രയൊന്നും ഉള്ളൂ രാമായണം എന്ന് വിചാരിക്കരുത്, ഇനിയുണ്ട് രാമായണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞു. അതിനുശേഷം പരശുരാമസ്വാമിയുടെ കഥ പറയുന്നു, പിന്നീട് രന്തിദേവന്റെ കഥ പറയുന്നു. തുടർന്ന് ചന്ദ്രവംശത്തിലേക്ക് കടക്കുമ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആയിട്ട് ബലരാമസ്വാമിയിട്ട് അവതരിച്ചതെന്ന കഥ പറഞ്ഞപ്പോൾ അത് വിസ്തരിച്ച് പറയാണ്. അങ്ങനെ ദശമസ്കന്ധത്തിലേക്ക് കടക്കുന്നു ശ്രീ ശുകബ്രഹ്മർഷി. ശ്രീമൽ ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള സ്കന്ധമാണ് ദശമസ്കന്ധം. ഒരു അവതാരപുരുഷന്റെ അവതാരത്തെക്കുറിച്ചും ലീലകളെക്കുറിച്ചും 90ഓളം അധ്യായത്തിൽ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു വ്യാസമഹർഷി. എന്താണ് ഭഗവാൻ കൃഷ്ണന് മാത്രം ഇത്ര പ്രാധാന്യം കൊടുത്തത്? ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരുപാട് അവതാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊരു വൈഷ്ണവ ശാസ്ത്രമായതുകൊണ്ടാണോ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ശ്രീരാമാവതാരത്തിനും കൊടുക്കാമായിരുന്നില്ലേ? ശ്രീരാമസ്വാമിക്ക് വേണ്ടി രാമായണം എഴുതിയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വിഷ്ണുവായിട്ട് ഒരു വ്യക്തിയായിട്ട് കൃഷ്ണനെ കാണുമ്പോഴാണ് ഈ സംശയങ്ങളൊക്കെ വരുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, തന്റെ ഭഗവലംശത്തെ പൂർണ്ണമായി പ്രദർശിപ്പിച്ച അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. ഇത്രമാത്രം ഭഗവലംശത്തെ, ഭഗവത് ചൈതന്യത്തെ പ്രദർശിപ്പിച്ച മറ്റ് അവതാരമൂർത്തികളൊന്നും ഇവിടെ വന്നിട്ടില്ല. ശ്രീരാമസ്വാമി അവതാരമൂർത്തിയാണെങ്കിലും പലപ്പോഴും ഒരു മാനുഷിക തലങ്ങളിലേക്കൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ സീതാദേവി പോകുന്ന സമയത്ത്, സീതാദേവിയെ രാവണൻ അപഹരിച്ച സമയത്ത് സാധാരണ മനുഷ്യനെ പോലെ കരയുന്ന ഒരു ശ്രീരാമസ്വാമിയെ രാമായണത്തിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അല്പമെങ്കിലും ഒരു മനസ്സുകൊണ്ട് വേദനിക്കുന്ന ശ്രീരാമസ്വാമിയെ കാണാം. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള ഒരു ദുഃഖം ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വളർത്തമ്മയായ യശോദാദേവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്ന് കരഞ്ഞു. അതും കള്ളക്കരച്ചിലാ, ശരിക്കുള്ള കരച്ചിലല്ല. രണ്ടാമത് ആത്മാർത്ഥമായിട്ട് കരഞ്ഞത് ആനന്ദം കൊണ്ട് കരഞ്ഞതാണ്. അത് തന്റെ സഹപാഠിയായ സുധാമാവിനെ കാണുമ്പോഴാണ്. അല്ലാതെ ഭഗവാൻ കരഞ്ഞിട്ടില്ല. ഏത് കുലത്തിൽ അവതരിച്ചിട്ടാണോ ഈ ഭൂമിയിൽ അവതാരലീലകൾ ആടിയത്, ആ കുലത്തെ തട്ടിമാറ്റി പോകുമ്പോൾ പോലും ഭഗവാൻ കരഞ്ഞിട്ടില്ല പറയാണ്. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവതരിച്ചു, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിച്ചു, അവസാനം പുഞ്ചിരിച്ചുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെയുള്ള ഒരു അവതാരമൂർത്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഭഗവത് ജീവിതം മുഴുവൻ ലീലയായിട്ട് ആടിയവനാണ് ഭഗവാൻ കൃഷ്ണൻ. ഇതാണ് ഭഗവാനിൽ നമ്മൾ പഠിക്കാനുള്ളത്. ജീവിതം ഒരു ലീലയാക്കാം, ലീലയാക്കി തീർക്കണം എന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്താ ലീല എന്ന് പറഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളാണോ തനിക്ക് പ്രതികൂലമായി വന്നത് അതും ഒരു ലീലയായിട്ടെടുത്തു. ഏതെല്ലാം കർത്തവ്യങ്ങളാണോ താൻ ചെയ്യുന്നത് അതും ലീലയായിട്ട് ഭഗവാൻ എടുത്തു എന്നാണ്. ഒരു പൂതന വന്ന് തന്നെ കൊല്ലാൻ വരുമ്പോൾ, ഒരു ശകടാസുരൻ തന്നെ കൊല്ലാൻ വരുമ്പോൾ, ഒരു തൃണാവർത്തൻ തന്നെ കൊല്ലാൻ വരുമ്പോൾ ഭഗവാനെ സംബന്ധിച്ച് അതൊക്കെ ഒരു ലീലയായിരുന്നു. ഭഗവാൻ അവരുമായിട്ട് ഏറ്റുമുട്ടുന്നൊക്കെ ഒരു ലീല പോലെ ഏറ്റുമുട്ടിയെന്നാണ്. ഭഗവാൻ അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. അതേസമയത്ത് കംസനെ വധിക്കുമ്പോൾ, ശിശുപാലനെ വധിക്കുമ്പോൾ അപ്പോഴും ലീല തന്നെയായിരുന്നു. അങ്ങനെ ഭഗവാനെ ലീലയാടാൻ സാധിച്ചത് ഭഗവത് പ്രേമത്തിൽ ദൃഢമായി ഊന്നി നിന്നതുകൊണ്ടാണ്. മനസ്സ് ഭഗവാനിൽ അങ്ങേയറ്റം ദൃഢമായിട്ട് നിന്നു കഴിഞ്ഞാൽ
ജീവിതം ഒരു ലീലയായിത്തീരും. ഏതുപോലെ ഒരു കുട്ടി വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളിങ്ങനെ കളിക്കും പലതുകൊണ്ടും. വീട്ടിൽ വേറെ സമയം പോകണ്ടേ, ഇന്ന് പിന്നെ കമ്പ്യൂട്ടർ ഗെയിമുണ്ട്. പണ്ടൊക്കെ മണ്ണുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കുകയോ ചെയ്യുക. അങ്ങനെയൊക്കെ പലതും ഉണ്ടാക്കി കളിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് അമ്മ ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ കാലുകൊണ്ട് ഒരു തട്ട് തട്ടിയിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. അതൊരു തമാശ പോലെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ഇതുപോലെയായിരുന്നു ഭഗവാനെ സംബന്ധിച്ച്. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും അത് തട്ടിമാറ്റി പോകുന്നതും ഒരു ലീല. ഇതെങ്ങനെ സാധിച്ചു ഭഗവാന്? അറിവിൽ ശക്തമായി മനസ്സിനെ ഉറപ്പിച്ചു. നത്വേവാഹം ജാതുനാസം നത്തും നേമേ ജനാധിപാഹ. ഇവിടെ ആരും ജനിക്കുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല, എന്നും എല്ലാ കാലത്തും സൂക്ഷ്മമായി നിലനിൽക്കുന്നു എന്ന പരമാർത്ഥം. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഈ ശരീരത്തിലൂടെ ഇരിക്കുമ്പോഴും നമുക്കറിയാം മനസ്സുണ്ടെങ്കിലേ ശരീരത്തിലൂടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്ന്. മനസ്സ് നിലനിൽക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. ഇനി ശരീരം പോയാലും മനസ്സ് നിലനിൽക്കുന്നു എന്നത് പരമാർത്ഥമാണ്. കാരണം ഉറക്കത്തിൽ ശരീരബോധമില്ല, എന്നിട്ടും മനസ്സവിടെ സൂക്ഷ്മമായിട്ടുണ്ട്. സ്വപ്നത്തിൽ ശരീരബോധമില്ല, എന്നിട്ടും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ശരീരമില്ലാതെ ഈ മനസ്സിന് നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ, മനസ്സ് സൂക്ഷ്മമായി നിലനിൽക്കുന്നുവെങ്കിൽ, ഈ അറിവിലേക്കെങ്കിലും നമുക്ക് ഉയരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തെ ലീലയാക്കി മാറ്റാൻ സാധിക്കും. ലീല എന്ന് പറഞ്ഞാൽ ഒരു കളി, ജീവിതം ഒരു കളിയാക്കി മാറ്റാൻ. കളിയാക്കലല്ല, കളിയെ പോലെ കൊണ്ടു നടക്കാൻ സാധിക്കും. ഒന്നും നമ്മളെ സീരിയസ് ആയിട്ട് ബാധിക്കില്ല പറയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചാൽ. അതിനെന്ത് വേണം? കൃഷ്ണനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കൃഷ്ണൻ എന്നാൽ അർത്ഥം പ്രേമമെന്നാണ്. ഭഗവാൻ കൃഷ്ണനെ നിർവചിച്ചു കഴിഞ്ഞാൽ പ്രേമമെന്നാണ്. അതിങ്ങനെ കൃഷ്ണൻ എന്ന പ്രേമമെന്നാവുന്നത്? കൃഷ്ണൻ എന്നതിന് കറുപ്പെന്നൊരർത്ഥമുണ്ട്, കാർമേഘവർണ്ണം എന്നൊരു അർത്ഥമുണ്ട്. കാർമേഘവർണ്ണം നമുക്ക് കാണണമെങ്കിൽ ആകാശത്തിലോ അല്ലെങ്കിൽ കടലിലോ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പൂർണ്ണതയിൽ മാത്രമേ കാർമേഘവർണ്ണം കാണുള്ളൂ. അപ്പൊ കൃഷ്ണൻ എന്നാൽ പൂർണ്ണത എന്നൊരർത്ഥമുണ്ട്. പൂർണ്ണതയിലാണ് പ്രേമമിരിക്കുന്നത്, ശരിയായ പ്രേമമിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും പ്രേമം, സ്നേഹം എന്നൊക്കെ പറയുന്നത് പ്രതീക്ഷകളിൽ നിലനിൽക്കുന്ന പ്രേമമാണ്. മറ്റൊരാളെ സ്നേഹിക്കുന്നു നമ്മളെങ്കിൽ അയാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതായത് ഒരാൾ നമ്മുടെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അയാളെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. എപ്പോ ഒരാൾ നമ്മുടെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്നു, നമ്മുടെ ഈഗോയെ ചോദ്യം ചെയ്യുന്നു, നമ്മളെ കളിയാക്കുന്നു, ആ നിമിഷം നമ്മൾ അയാളെ വെറുത്തിരിക്കും. എത്ര വേണ്ടപ്പെട്ടവനായാലും ശരി, നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന വ്യക്തിയായാലും നിങ്ങളെ 10 ആളുടെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ ചെറിയത് വരും, ഭഗവാനെ ഒന്ന് കൊടുക്കണേ അയാൾക്ക് എന്നുള്ളത്. നമ്മുടെ മനസ്സപ്പോഴേക്കും അയാൾ ചെറുതായിട്ടൊന്ന് വെറുത്തിരിക്കുന്നവരെയാണ്. വാസ്തവത്തിൽ നമ്മുടെ സ്നേഹം എവിടെ ഇരിക്കുന്നു? നമ്മുടെ അഹങ്കാരത്തിന്റെ സാറ്റിസ്ഫാക്ഷനിലല്ലേ ഇരിക്കുന്നത്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ എന്നാൽ പ്രേമം തന്നെയാണ്. കളിയാക്കുന്നവനെ പോലും പ്രേമിച്ചവൻ ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ശിശുപാലന്റെ തേജസ് ഭഗവാനെ സ്വീകരിക്കാൻ സാധിച്ചത്, ഒരു പൂതനയ്ക്ക് മോക്ഷം കൊടുക്കാൻ ഭഗവാന് സാധിച്ചത്. ആ തലങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ ഭാഗവതം പിടിച്ചുയർത്തുകയാണ്. നിന്ദിക്കുന്നവനെ പോലും സ്നേഹിക്കാൻ സാധിക്കുക, കളിയാക്കുന്നവരെ പോലും സ്നേഹിക്കാൻ സാധിക്കുക, നമ്മളെ വേദനിപ്പിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ്. അങ്ങനെയുള്ളൊരു മനസ്സുള്ളതുകൊണ്ടാണ് ഭഗവാൻ അവസാനം സ്വന്തം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തന്റെ ശരീരത്തിലേക്ക് അസ്ത്രമേധ ജ്വരയെ, സാധാരണ എല്ലാവരും ശപിക്കുക ചെയ്യാൻ, ശ്രീരാമസ്വാമിയുടെ പിതാവിന് പോലും ശാപം കിട്ടി. അദ്ദേഹം ഒരു ഋഷിയുടെ പുത്രനെ അമ്പെയ്ത് കൊന്ന സമയത്ത് ആ ഋഷി ശപിക്കുകയാണ്, നീയും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന്. ഭഗവാൻ കൃഷ്ണന്റെ ശരീരത്തിലേക്ക് അമ്പെയ്ത സമയത്ത് ആ ജ്വര പേടിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞ സമയത്ത് ഭഗവാൻ ജ്വരയോട് പറയും, കരയരുത്, ദുഃഖിക്കരുത്, നിനക്ക് ഞാൻ സ്വർഗം തന്ന് അനുഗ്രഹിക്കുന്നു, നീ പോകും മുകളിലേക്ക് എന്ന്. അങ്ങനെ അനുഗ്രഹിക്കാൻ സാധിച്ചൊരു ഭഗവാൻ കൃഷ്ണൻ. പ്രേമമാണ് ഭഗവാന്റെ ശക്തി പറയാൻ. ഭഗവാന് ആരെയും വെറുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനിലേക്കുള്ള ഒരു ആകർഷണത്വം നമുക്ക് സ്വാഭാവികമാണ്. നമുക്ക് എന്ത് വിഷമം വരുമ്പോഴും നമ്മൾ അറിയാതെ ഗുരുവായൂരപ്പാന്ന് വിളിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അത്രയും നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഭഗവാൻ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ എല്ലാ സ്വഭാവത്തെ കണ്ടുകൊണ്ട് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളും സ്നേഹിക്കേണ്ടതാ ഭഗവാനെ അല്ലേ? നമ്മളിടയ്ക്ക് മറന്നുപോകുന്നത് കൊണ്ടല്ലേ വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നത്? ആ പ്രേമത്തിലേക്ക് ദശമസ്കന്ധം നമ്മളെ ഉയർത്തുന്നു. അപ്പോൾ ആ കഥ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ അവതാരത്തിന്റെ കഥ ഇവിടെ മനോഹരമായിട്ട് പ്രതിപാദിക്കുകയാണ്
ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, അങ്ങയ്ക്ക് ഭഗവത് കഥയിൽ രതി വന്നില്ലേ, പ്രേമം വന്നില്ലേ, അത് വലിയ അനുഗ്രഹമാണ്. ഈ ഭാഗവതമാണെങ്കിലോ പറയുന്നവനും പറയിപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ മനസ്സിന് ശക്തി കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള അനുഗ്രഹീതമായ ഈ ഭഗവത് കഥകൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, കേൾക്കൂ. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, അവിടുന്ന് വീണ്ടും വീണ്ടും കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവത് കഥയിലേക്ക് കടന്നു. ഭാരതത്തില് പലപ്പോഴും ഭഗവത് അവതാരങ്ങൾ വരുന്നതിന് മുമ്പ് ഭൂമിദേവി തന്റെ വിഷമങ്ങളുമായി ബ്രഹ്മാവിന്റെ അടുത്ത് ചെല്ലാറുണ്ടെന്നൊരു കഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഇത്ര ഈ ഭാരതവർഷത്തിൽ ഭഗവാൻ അവതരിക്കുക. അപ്പൊ ഭൂമിദേവി പതിവ് പോലെ ആസുരിക ശക്തികളുടെ ഭാരം കൂടുതലായി അനുഭവപ്പെട്ടപ്പോ ബ്രഹ്മാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ബ്രഹ്മാവേ, എനിക്കിപ്പോ താങ്ങാൻ വയ്യ, അത്രയും അസുരന്മാരുടെ ഭാരം കൂടിയിരിക്കണമെന്ന്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ആരാണ് അസുരൻ എന്നുള്ളത്? പലപ്പോഴും നമ്മൾ ഈ ടി വിയൊക്കെ കാണുന്നവരായതുകൊണ്ട് ഈ അസുരൻ എന്നൊക്കെ പറയുമ്പോൾ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുക തലയിൽ 2 കൊമ്പും അതുപോലെ കറുത്ത നിറവും അതുപോലെ കറുത്ത വേഷവും വലിയ കൊമ്പൻ മീശയും ഒരുപാട് ആയുധങ്ങളൊക്കെ പിടിച്ച ഒരു കൂട്ടം ആളുകളായിട്ടാണ് നമ്മൾ അസുരരെ കാണുക. ശാസ്ത്രീയമായിട്ട് അസുരൻ എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ടല്ല അസുരൻ, സ്വഭാവം കൊണ്ടാണ് അസുരനായിത്തീരുന്നത്. ആരുടെ മനസ്സിലാണോ സ്വാർത്ഥതയുള്ളത് അവരെയാണ് അസുരരെന്ന് പറയുക. ആരാണോ കൊടുക്കുന്നവര് അവരെയാണ് ദേവൻ എന്ന് പറയുക. അതുകൊണ്ട് ദേവന്മാരൊക്കെ പ്രീതിപ്പെടുത്തിയാൽ അവരെ ഉടനെ എന്തെങ്കിലും എടുത്തു കൊടുക്കും. അസുരന്മാരോ കിട്ടിയത് ആർക്കും കൊടുക്കില്ല. അങ്ങനെയുള്ള കൂട്ടര വരം വേടിക്കാനേ അവർക്കറിയില്ല, വരം കൊടുക്കാൻ അസുരന്മാർക്ക് സാധ്യമല്ല. ഇതുപോലെ നമ്മളൊക്കെ മനസ്സുകൊണ്ട് പങ്കുവയ്ക്കാതെ ജീവിക്കുന്നവരാകുമ്പോൾ സ്വാർത്ഥന്മാരായി തീരുമ്പോൾ നമ്മുടെ പേരാണ് മിസ്റ്റർ അസുരൻ എന്നുള്ളത്. അത് പിന്നെ പേരിന്റെ കൂടെ ചേർക്കാം, മിസ്റ്റർ കേശവൻ അസുരൻ, മിസ്റ്റർ ഗോപാലൻ അസുരൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ പേരിന്റെ കൂടെ ചേർക്കണം എന്ന് പറയാം. നമ്മളൊക്കെ ഒരു മിനി അസുരന്മാരല്ലേ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ കുറേയൊക്കെ സ്വാർത്ഥത. തീർച്ചയായിട്ടും അങ്ങനെ അസുരന്മാരുടെ ഭാരം അനുഭവപ്പെട്ടപ്പോൾ ഭൂമിദേവി ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു, അയ്യോ ബ്രഹ്മാവെ, എനിക്ക് താങ്ങാൻ വയ്യല്ലോ. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കും താങ്ങാൻ വയ്യ അവരെ കൊണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, പാലാഴി തീരത്തെ എന്ന് ഭഗവാനെ സ്തുതിക്കാം. അങ്ങനെ പുരുഷസൂക്തം ചൊല്ലി ഭഗവാനെ പ്രകീർത്തിച്ചതും ഭഗവാൻ അവതരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു, ഞാനിതാ അവതരിക്കുന്നു. മധുരയിൽ വസുദേവരുടെയും ദേവകീദേവിയുടെയും 8ാമത്തെ പുത്രനായി ഞാൻ അവതരിക്കും, അതും പൂർണ്ണാവതാരമെടുത്ത് വരും എന്ന അശരീരം കൊണ്ട് പറഞ്ഞതും ബ്രഹ്മാവിനോട് വളരെ സന്തോഷമായി. ഭൂമിദേവിക്ക് രോമാഞ്ചമായി. ഭൂമിദേവി സന്തോഷത്തോടുകൂടി തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു വശത്ത് ഭൂമിദേവി സന്തോഷത്തിന്റെ ദിനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മധുരയിൽ ചില സംഭവങ്ങൾ നടക്കുന്നു. എന്താണത്? ഭാരതത്തിന്റെ ഉത്തരദേശത്തുള്ള സ്ഥലമാണല്ലോ മധുര. ആ കാലഘട്ടത്തിൽ ഇവിടെ ഏറ്റവും എണ്ണം കൊണ്ട് കൂടുതലുള്ള രാജ്യവംശമായിരുന്നു യാദവ വംശം. പിന്നീട് സാത്വതന്മാര്, വിഷ്ണികള്, ഭോജന്മാര്, കുന്തികള് തുടങ്ങിയിട്ട് ഒരുപാട് വംശങ്ങൾ, അന്ന് ചെറിയ ചെറിയ വംശങ്ങളുണ്ടായിരുന്നു. പക്ഷേ യയാതിയുടെ വംശത്തിൽ നിന്നാണ്, യയാതിയുടെ പുത്രനിലൂടെയാണ് യാദവ വംശം വന്നത്. യയാതി പുത്രന്മാരോട് യൗവനം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. യദു എന്ന് പറയുന്ന മൂത്ത പുത്രൻ. അന്ന് യയാതി ശപിച്ചു, നിനക്ക് രാജചിഹ്നങ്ങളും രാജാധികാരങ്ങളും ഉണ്ടാവാതെ ഈ പോട്ടെ. അപ്പൊ യയാതി രാജാവായിരുന്നുവെങ്കിലും രാജ്യം ഭരിച്ചത് അന്തകന്മാരായിരുന്നു. അന്ന് അന്തകന്മാരെന്നുള്ള വംശം ഉണ്ടായിരുന്നു. അതിൽ അന്നത്തെ ചക്രവർത്തിയായിരുന്നു ഉഗ്രസേനൻ. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ദേവകൻ. ഈ ഉഗ്രസേനന്റെ പുത്രനാണ് കംസൻ എന്ന് പറയുന്ന ആള്. കഥകൾ നിങ്ങൾക്കറിയാം. ദുഷ്ടനും ക്രൂരനും നിന്ദ്യനുമായൊരു ജീവിതം നയിച്ചു ആ കുട്ടി. വളർന്ന് 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 പിന്നെ ജരാസന്ധന്റെ 2 പുത്രിമാരെ കല്യാണം കഴിച്ചു. ഇവിടെയാണെങ്കിലോ ഉഗ്രസേനന്റെ സഹോദരൻ ദേവകന് 7 പുത്രിമാരുണ്ടായിരുന്നു. അതിൽ രോഹിണിയെ തുടങ്ങിയിട്ടുള്ള പുത്രിമാരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് യാദവ വംശത്തിൽപ്പെട്ട ശൂരസേനൻ എന്ന് പറയുന്ന ആളുടെ പുത്രനായ വസുദേവർക്കാണ്. അന്ന് ഒന്നിലധികം കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ഉള്ളതുകൊണ്ട് 6 പേരെയും വസുദേവർക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. 7ാമത്തെ കുട്ടിയായ രോഹിണി ദേവി കന്യകയായ സമയത്ത്, സുന്ദരിയായ സമയത്ത്, കല്യാണപ്രായമായ സമയത്ത് കല്യാണമൊക്കെ അങ്ങനെ അന്വേഷിച്ചു, ആലോചിച്ചു. അന്നൊക്കെ കാരണവന്മാർ തമ്മിലാണല്ലോ അന്വേഷിക്കുക. ഇന്നിപ്പോ കുട്ടികളോട് നേരിട്ട് ചോദിക്കണം, നിന്നെ ആർക്കാ പിടിച്ചു കൊടുക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് പറയും, നിങ്ങൾ വേണ്ടാത്തതൊന്നും അന്വേഷിക്കേണ്ട, സമയമായാൽ ഞാൻ പറയാം. പിന്നെ സമയമായാൽ അവൾ അവളുടെ പാട്ടിൽ പോകും. അതാണല്ലോ ഇന്നത്തെ കാലം. ഏതായാലും അന്ന് അങ്ങനെയായിരുന്നില്ല, കാരണവന്മാർ തമ്മിൽ ചോദിക്കും. ഏതായാലും അവർ നിശ്ചയിച്ചു വസുദേവർക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇത്തിരി എക്സ്പീരിയൻസും ഉണ്ട്, പിന്നെ ഒരാൾക്ക് എത്ര ആവാന്നുണ്ട്. അന്നത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു. ഏതായാലും 7ാമത്തെ കല്യാണം ഗംഭീരമായി ആഘോഷിക്കാൻ നിശ്ചയിച്ച് രാജാക്കന്മാരൊക്കെ ക്ഷണിച്ചു വരുത്തി.
അങ്ങനെ കല്യാണമൊക്കെ നടന്ന് ഓരോരുത്തരും സമ്മാനങ്ങളൊക്കെ കൊടുക്കണു. അങ്ങനെ ഓരോരുത്തരും കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കംസനും തോന്നി എനിക്കും വല്ലതും കൊടുക്കണമെന്ന്. അങ്ങനെ തന്റെ ഏറ്റവും വിശിഷ്ടമായി സ്വർണ്ണരഥം തന്നെ കൊടുത്തുകൊണ്ട് കംസൻ അവർക്ക് സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഒരു അപേക്ഷയുണ്ട്, അത് ഓടിക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് ഓടിച്ചോളാന്ന്. അങ്ങനെ പുഷ്പാലങ്കൃതമായ തേരിൽ ആ രഥത്തിൽ വരനും വധു ഇരിക്കണു. ദേവകീദേവിക്ക് ഇത്തിരി നാണമൊക്കെ ഉണ്ട്, വസുദേവർക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയല്ലോ 6 കല്യാണം കഴിച്ചിട്ടും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പോരുകയാണ്. കംസൻ ഇങ്ങനെ രഥം ഓടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊട്ടുണ്ട്, വാദ്യമുണ്ട്, മേളമുണ്ട്, എല്ലാ തരത്തിലുള്ള ആഘോഷ ചടങ്ങുകളുണ്ട്. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, 8ാമത്തെ ഗർഭം നിന്നെ കൊല്ലും മന്ദ എന്നൊരു ഉഗ്രമായ ശാസനം കേട്ടതും ഒരു നിമിഷം കംസൻ നിന്നുപോയി. രഥമൊക്കെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് പറയാണ്, ദേവകിയുടെ 8ാമത്തെ ഗർഭം തന്നെ കൊല്ലുന്നതിന് മുമ്പ് ഇവളെ കൊന്നാ പിന്നെ എങ്ങനെ 8ാമത്തെ ഗർഭം വരിക എന്നൊരു ചിന്ത അയാളുടെ ഉള്ളിലേക്ക് കയറി വന്നതും ദേവകീദേവിയുടെ മുടി പിടിച്ച് താഴേക്ക് ഒരൊറ്റ ഏറ് വാള് വലിച്ചോങ്ങി വെട്ടാൻ നിൽക്കുമ്പോഴാണ് വസുദേവർ കാൽക്കൽ വീണ് പറയുന്നത്, രാജാക്കന്മാർക്ക് സ്ത്രീകളെ വധിക്കൽ പറഞ്ഞിട്ടില്ല, ചീത്തപ്പേരുണ്ടാക്കരുത്, അപമാനമുണ്ടാക്കരുത്, അതുകൊണ്ട് ദേവി അയച്ചിട്ട് ഭാര്യയെ വിടണം, ഇവളാണിച്ചാൽ നവവധുവാണ്, നിനക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, ദേവി അയച്ച് കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കംസന് ബോധ്യം വന്നില്ലേ. കൈ തട്ടി മാറ്റി കൊല്ലാനുള്ള ആവേശത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും വിനീതനായിട്ട് പറഞ്ഞു, നോക്കൂ, രാജാക്കന്മാര് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാണെച്ചാൽ എന്താ ചെയ്യുക? പാവം ഈ കുട്ടിയാണെങ്കിൽ എന്തൊരു തെറ്റാ ചെയ്തിരിക്കുന്നത്, ഇന്നാണെങ്കിൽ കല്യാണ ദിവസവുമാണ്, ഇങ്ങനെയൊരു പാപം ചെയ്യാവൂ? എന്ന് മാത്രമല്ല കംസ, മരണം എന്നത് സുനിശ്ചിതല്ലേ, ഇവളെ കൊന്നാലും നമ്മളൊക്കെ മരിക്കില്ലേ, പിന്നെ ഇവളെ കൊന്നിട്ട് നീ ചീത്തപ്പേരുണ്ടാക്കിയിട്ട് മരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കംസന് ബോധ്യമാവുന്നില്ല. വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കംസ, ഒരു മനുഷ്യൻ മരിക്കുന്നതിനേക്കാൾ വലുതാണ് അവനൊരു ചീത്തപ്പേര് സമ്പാദിക്കുന്നത്. സ്വന്തം സഹോദരിയെ കൊന്നു എന്ന ചീത്തപ്പേരുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപമാനം, മരണം വേറെ എന്തുണ്ട്, നീ അത് നേടരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാലം പിടിച്ചൊക്കെ അപേക്ഷിച്ചുവെങ്കിലും കംസന്റെ മനസ്സ് മാറിയില്ല. ആ സമയത്ത് വസുദേവർക്ക് വിവേകം വന്നു. അദ്ദേഹം ഒരു നിമിഷം മനസ്സ് മാറിക്കൊണ്ട് പറയുകയാണ്, 8ാമത്തെ ഗർഭം കൊല്ലുന്നല്ലേ പറഞ്ഞത്, ഏതേത് ഗർഭം കുട്ടികൾ നിന്നെ കൊല്ലുമെന്ന് നീ പേടിക്കുന്നുണ്ടോ ആ കുട്ടികളെയൊക്കെ നിനക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് കംസന്റെ മുന്നിൽ സത്യം ചെയ്തു. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ കംസന് ബോധ്യായി, സത്യം ചെയ്യുന്നവനാണ് വസുദേവര്. കുട്ടികളെ എനിക്ക് കൊണ്ടുവന്നാൽ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ അവളെ. അങ്ങനെ അവരെ പറഞ്ഞു, പിന്നെ കൊട്ടുമില്ല, വാദ്യമില്ല, ചണ്ടിയില്ല, മേളവുമില്ല, രഥവുമില്ല, നടന്നു പോയാൽ മതി പറഞ്ഞു. കംസന്റെ സ്വഭാവമൊക്കെ മാറി. അവനവന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ അവർ പോകുന്നു. അവർ ഫാമിലിയായിട്ട് താമസമൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഒരു കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായതും വസുദേവർ ആ കുട്ടിയെ മേടിച്ചു ദേവകിയുടെ കയ്യിൽ നിന്ന്. ദേവകീദേവി പരദേവതകളോടൊക്കെ പ്രാർത്ഥിച്ചു, കുട്ടിക്കൊന്നും സംഭവിക്കരുതേ എന്ന്. അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് വസുദേവർ കംസന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പാറാവുകാര് കംസനെ ഉണർത്തി ആ തൃപ്പാദങ്ങളിൽ കാൽക്കലിൽ വെച്ചപ്പോ കംസന്റെ മനസ്സിൽ പോലും ഒരു വേദന തോന്നി. പാവം, എന്താ ശരീരം പോലും ഉറയ്ക്കാത്തൊരു കുട്ടിയെ കൊല്ലി, എങ്ങനെ എന്റെ മനസ്സിന് തോന്നുക? അയ്യോ, ഈ പാപം ഞാൻ ചെയ്യില്ല, കൊണ്ടുപോയിക്കൊള്ളൂ വസുദേവരെ, ഈ കുട്ടിയിലല്ലോ എന്നെ കൊല്ല, 8ാമത്തെ കുട്ടിയല്ലേ, അപ്പം നോക്കിക്കൊള്ളാം, കൊണ്ടുപോയിക്കൊള്ളൂ പറഞ്ഞു. വസുദേവർക്ക് മനസ്സിലായി ഈ കംസന്റെ മനസ്സ് ഇപ്പോ നോർമലാണ്, ഇനി എപ്പോഴാ അബ്നോർമൽ ആവുകയെന്ന് പറയാൻ പറ്റില്ല. സന്തോഷം അങ്ങനെയൊന്നും പ്രകടിപ്പിക്കാതെ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. 2ാമത്തെ വർഷം ഒരു കുട്ടി, 3ാമത്തെ വർഷം 3 കുട്ടി, 4ാമത്തെ വേറൊരു കുട്ടി, 5ാമത്തത്, 6ാമത്തത്, 6 കുട്ടികളായി. 6 കുട്ടികളായ സമയത്താണ് നാരദ മഹർഷി ഒരിക്കൽ കൊട്ടാരത്തിൽ വരുന്നത്. അപ്പൊ കംസനോട് ചോദിച്ചു, എന്തൊക്കെയാ കംസ വിശേഷം എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഇങ്ങനെ പോകണമെന്ന്. അല്ല, ഒരു അശരീരി കേട്ടുല്ലോ. കംസൻ വാസ്തവത്തിൽ മറന്നതായിരുന്നു, അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു. 8ാമത്തെ ഗർഭം കൊല്ലുന്നൊക്കെയാണ് അശരീരി, സാരല്ല, 6 ആയിട്ടുള്ളൂ, ഞാൻ കാത്തിരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഉടനെ നാരദര് പറഞ്ഞു, എന്റെ കംസ നീയൊരു പൊട്ടൻ തന്നെയാണെന്ന് എന്നെനിക്കും തോന്നുന്നുണ്ടെന്ന് കംസൻ പറയാ. നോക്ക് കംസ, ഈ 8ാമത്തെ ഗർഭം എന്ന് പറഞ്ഞാലല്ലോ, നമ്മൾ ഈ ദേവന്മാരുടെ അശരീരിയൊക്കെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ തലത്തിൽ കണക്കുകൂട്ടാൻ പറ്റില്ല. 8ാമത്തെ എന്ന് പറഞ്ഞാൽ 8ാമത്തെ നാളിലായിരിക്കാം, 8ാമത്തെ മാസമായിരിക്കാം, 8ാമത്തെ തിഥിയിലായിരിക്കാം, 8ാമത്തെ പക്ഷത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ ഏതിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലിപ്പോ ഏതായിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് 8 ആയിരിക്കും. ഇനി നീ ഇപ്പൊ 8ാമത്തെ എണ്ണം എന്നാണ് വെക്കുന്നതെങ്കിൽ അന്ന് നീ നോക്കുമ്പോണ്ടല്ലോ 1ാമത്തവൻ എത്ര പ്രായമാവെന്ന് കണക്കുകൂട്ടി നോക്കൂ. എല്ലാവരും കൂടി നിന്റെ വീട്ടിൽ വരും. ഒരുത്തൻ ഒരു കാല് പിടിക്കും, മറ്റവൻ വേറെ കാല് പിടിക്കും, ഒരുത്തൻ കൈ പിടിക്കും, വേറൊരുത്തൻ മറ്റേ കൈ പിടിക്കും, ഒരുത്തൻ നെഞ്ചത്ത് കയറും, ഒരുത്തൻ മൂക്ക് പൊത്തും, ഒരുത്തൻ നിന്റെ തൊണ്ട പിടിക്കും. കംസൻ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് ആലോചിച്ചപ്പോഴേക്കും ആവി വന്നു.
അയ്യോ ഇങ്ങനെയൊക്കെ കൂടി സംഭവിച്ചാൽ പിന്നെ എന്നെ കൊല്ലില്ല ഇവരൊക്കെ കൂടി. ഇത് മനസ്സിലായതും വാള് വലിച്ചൂരി എവിടാ കുട്ടികൾ, ഇപ്പം ഞാൻ കൊല്ലും. ഉടനെ നാരദ മഹർഷി ഒന്നുകൂടി സ്പിരിറ്റ് കയറ്റിയിട്ട് പറഞ്ഞു, അല്ലെങ്കിലും നിനക്കറിയില്ല, നീ ഇതിനു മുമ്പ് കാലനേമി എന്ന് പറഞ്ഞ അസുരനായിരുന്നു. അന്ന് ഭഗവാൻ നിന്നോട് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ അവതരിക്കുന്നു. പോരാത്തതിന് ഈ വസുദേവര്, നന്ദഗോപര്, അയാളുടെ ചാർച്ചക്കാരൻ നന്ദഗോപര്, ഇവരൊക്കെ ദേവവംശത്തിൽപ്പെട്ട ആളാണ്. നിന്നെ കൊല്ലാൻ എന്തായാലും ഭഗവാൻ അവതരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതും കൂടി കേട്ടത് കംസൻ വാളെടുത്ത് ഓടുന്നു. ദേവകീദേവിയുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെയൊക്കെ പിടിച്ച് അവിടെ വെച്ച് 6 എണ്ണത്തിനെയും ശരിയാക്കി. 6 കുട്ടികളെയും കൊന്ന ആ കാഴ്ച കണ്ട് ദേവകീദേവിയും വസുദേവരും വരുമ്പോൾ 2 പേരെയും പിടിച്ച് ചങ്ങലക്കിട്ടുകൊണ്ട് കൊണ്ടുപോയി അടച്ചു ജയിലിൽ. കൂടെ ഉഗ്രസേന ചക്രവർത്തിയും ജയിലിലാക്കി. രാജ്യഭരണം മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കിയിട്ട് ശാസനം കൊടുത്തു. ഇനി അങ്ങനെ എന്തെങ്കിലും ഗർഭലക്ഷണങ്ങൾ ജയിലിൽ വെച്ച് കണ്ടാൽ ഉടനെ തന്നെ അറിയിക്കണമെന്നും ഇല്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലുമെന്നൊക്കെ ശാസനം കൊടുത്ത് പാറാവുകാരെയൊക്കെ ഏർപ്പാടാക്കി. അങ്ങനെ കംസൻ തന്റെ നിയന്ത്രണത്തിലാക്കി ലോകം മുഴുവൻ. അങ്ങനെ ഇരിക്കെ കാലം മുന്നോട്ട് പോകുമ്പോൾ അതാ 7ാമത്തെ ഗർഭം ദേവകീദേവിയിൽ കണ്ടു തുടങ്ങി. മുമ്പത്തേക്കാളും ഓജസ്സും തേജസ്സും എല്ലാം ദേവിയിൽ വന്നു. ഒരു ശക്തിയൊക്കെ ദേവിക്ക് തോന്നുകയാണ്. 6 കുട്ടികളെ കൊന്ന ആ വേദനകളൊക്കെ മറക്കാനൊരു ശക്തി തന്നിൽ വരുന്നത് പോലെ ദേവിക്ക് തോന്നിയെന്നാണ്. അങ്ങനെ കംസനെ അറിയിച്ചു, ഇതാ ഗർഭം പ്രകടമായിട്ടുണ്ടെന്ന്. ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ കാണാനും പറ്റിയാൽ ദേവിയെ കൊല്ലാനൊക്കെയായിട്ട് കംസൻ ഓടി വന്നു. വാളുമേന്തി ഓടി വന്ന് ആ ജയിലിൽ വെച്ച് ദേവകീദേവിയുടെ ഗർഭത്തിലേക്കൊന്ന് നോക്കിയതും ദേവകീദേവി പോലും പേടിച്ചുപോയി. എന്താ ഇവന്റെ നോട്ടം, ഇതൊരു ക്രൂരമായ നോട്ടാണല്ലോ, ആളെ വേദനിപ്പിക്കുന്ന നോട്ടാണല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവകീദേവി. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ 8ാമത്തെ അവതാരത്തിന് ഒരുക്കം കൂട്ടുന്നു. തന്റെ മായാദേവി വിളിച്ചിട്ട് ഭഗവാൻ ദേവിയോട് പറയും, എന്റെ മായാദേവി അവിടുന്ന് എത്രയും വേഗം ഇങ്ങോട്ട് വന്ന് എന്നെ സഹായിക്കണം. ഞാൻ ഭൂമിയിൽ 8ാമത്തെ അവതാരമെടുക്കാൻ പോവുകയാണ് വസുദേവ പുത്രനായിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ദേവി എന്ത് ചെയ്യണം, ദേവകീ ദേവിയിലിരിക്കുന്ന ഗർഭത്തെ എടുത്ത് കംസനെ ഭയന്ന് നന്ദഗോപരുടെ ഗോകുലത്തിൽ താമസിക്കുന്ന രോഹിണി ദേവിയുടെ ഗർഭത്തിൽ കൊണ്ടിടണം. എന്നിട്ട് ദേവി യശോദാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കണം. നന്ദഗോപരുടെ ഭാര്യ. അവർ പ്രസവിക്കില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അതൊന്നും നോക്കണ്ട, എന്നേക്കാളും വലിയ വൈദ്യൻ വേറെല്ലല്ലോ, വൈദ്യോ നാരായണോ ഹരി എന്നാണ്. ദേവി പോയി ഗർഭത്തിൽ കയറിക്കൊള്ളും. എന്നിട്ട് വസുദേവർ എന്നെ അവിടെ കൊണ്ടുവരും, ദേവി ഇങ്ങോട്ട് കൊണ്ടുവരും. ദേവിയെ കാല് പിടിക്കും കംസൻ, പക്ഷെ കുറച്ചു നേരം പിടിപ്പിച്ചാൽ മതി, ദേവി വേഗം പോയിക്കോളും മുകളിലേക്ക് നിന്ന്. അങ്ങനെ ആ കംസനെ അനുഗ്രഹിച്ചു വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തന്റെ മായാദേവിയോട് പറഞ്ഞ് അങ്ങനെ ഭഗവാന്റെ അവതാരത്തിന് ഒരുങ്ങുകയാണ് ഭഗവാൻ. മായാദേവി വരുന്നു. അങ്ങനെ ദേവകീദേവിയുടെ ഗർഭത്തെ രാത്രിക്ക് രാത്രി എടുത്ത് രോഹിണി ദേവിയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ദേവകീദേവി നോക്കുമ്പോൾ ഗർഭം ഒഴിഞ്ഞിരിക്കുകയാണ്. അവിടെ വെച്ച് തോന്നി, അറിയില്ലല്ലോ ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ. മനസ്സുകൊണ്ട് വിചാരിച്ചു, അക്രൂരൻ നിന്ദ്യനായിട്ടുള്ള കംസൻ അയാൾ നോക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഗർഭം പോയത് എന്നൊക്കെ അങ്ങനെ മനസ്സുകൊണ്ട് വേദനിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ 8ാമത്തെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു, മനസ്സിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ധ്യാനത്തിലിരുന്ന വസുദേവർക്ക് തോന്നുകയാണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ഉഗ്രമായ തേജസ് കയറിയിരിക്കണോ. ഒരു തേജസ്സും ഓജസ്സും വന്നതുപോലെ അന്ന് ദേവകീദേവിയോട് പറഞ്ഞു, ദേവി എന്റെ ഹൃദയത്തിലേക്ക് അവൻ വന്നു തോന്നുന്നു, ഇതാ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് തന്റെ മനസ്സിലിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ ആ ദേവകീദേവിയിലേക്ക് പകർന്നു കൊടുത്തു എന്നാണ്. അങ്ങനെ 8ാമത്തെ ഗർഭം ഭഗവാൻ കൃഷ്ണനെ ദേവകീദേവിയത ഗർഭത്തിൽ ധരിക്കുന്നു. ആ നിമിഷം മുതൽ ദേവിയുടെ മനസ്സിൽ അനന്തമായ ശാന്തിയും സ്വസ്ഥതയും കളിയാടിന. ദേവി വിചാരിച്ചാൽ പോലും ദുഃഖവും വിഷമങ്ങളും വരില്ല. ഏതോ ഒരു ശക്തി ശാന്തിയിലേക്ക് പിടിച്ചുകൊണ്ടുപോകണ, സമാധാനത്തിലേക്ക് മനസ്സിനെ പിടിച്ചുകൊണ്ടുപോകണ പോലെ എല്ലാ ദുഃഖങ്ങളും മറന്നു. ദുഃഖങ്ങളെ സ്മരിച്ചാൽ പോലും ദുഃഖം മനസ്സിൽ വരില്ല. അങ്ങനെ ഒരു അനുഭൂതിയിലേക്ക് ദേവി ഉയർന്നു എന്നാണ്. അങ്ങനെ ഗർഭം പാകമാവണു. ഒരു ദിവസം കംസൻ ഗർഭത്തിലിരിക്കുന്ന ആ ചൈതന്യത്തെ കാണാൻ വരുമ്പോൾ ആ ഗർഭത്തെ നോക്കിയതും ഏതോ ഒരു ശക്തി കംസനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ അന്തകൻ ആകെ വന്നിരിക്കണമെന്ന്. ഇതാ നിന്റെ അന്തകനായിട്ട് ഭഗവാൻ എത്തിയിരിക്കണമെന്ന്. ആ നിമിഷം മുതൽ ഭാഗവതം പറയുന്നു, കംസൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും എന്തു ചെയ്യുമ്പോഴും ചിന്തയാനോ ഋഷികേശം അപശ്യൽ തന്മയം ജഗൽ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഭഗവാനെ അല്ലാതെ മറ്റൊന്നും സ്മരിച്ചില്ല. എല്ലാ സ്മരണയും ഭഗവാനെക്കുറിച്ചായിരുന്നു.
അങ്ങനെയിരിക്കെ ഒരിക്കൽ ഗർഭത്തിലിരിക്കുന്ന ഭഗവൽ ചൈതന്യത്തെ സ്തുതിക്കാനായി, നമസ്കരിക്കാനായി ദേവാദിദേവന്മാര് ജയിലിലെത്തിച്ചേരുന്നു. ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ പരമശിവനും ഇന്ദ്രനും തുടങ്ങിയിട്ടുള്ള ദേവന്മാരെല്ലാം ആ കാരാഗ്രഹത്തിലെത്തി ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ നോക്കിക്കൊണ്ട് അവർ സ്തുതിക്കുന്ന സ്തുതിയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഭഗവാനെ നോക്കിക്കൊണ്ട് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാര് പറയുന്നു, അവിടുന്ന് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. സത്യവ്രതം, ഭഗവാനെ അവിടുന്ന് സത്യവ്രതനാണ്. ഭഗവാന്റെ പ്രതിജ്ഞകളൊക്കെ അത് പ്രതിജ്ഞ തന്നെയായിരിക്കുന്നു പറയാണ്. എന്റെ ഭക്തനെ ഞാൻ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെയായിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ പരമഭാഗ്യം. ഭഗവാൻ ഓരോ നിമിഷവും നമ്മളെ ഓരോരുത്തരെയും ഓരോ പരീക്ഷണങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതൊക്കെ പരീക്ഷണങ്ങളാണെന്നും ഇത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണെന്നും ആ പരീക്ഷണങ്ങളിൽ നിന്നും ഭഗവാനെ മറന്നു പോകരുതെന്നും പിടിവിട്ടു പോകരുതെന്നും നല്ല ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഈ ലോകം ഒരു പരീക്ഷണശാലയാണെന്നാണ്. പല പരീക്ഷണങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ അന്നത്തെ ദിവസം കഴിയണം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മളെ മനസ്സാകുന്ന ശക്തിയെ നമ്മൾ തളരാൻ അനുവദിക്കാതെ ഭഗവത് പ്രേമത്തിൽ പിടിച്ചു നിർത്തിയാൽ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായിത്തീരുന്നതാണ്. പരീക്ഷണങ്ങളൊക്കെ നമ്മളെ ഉയർത്താൻ സഹായിക്കുന്നവരെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഹരിദ്വാറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടാവും, ഭഗവാനെ ഒന്ന് ആ ഗംഗയിൽ കുളിച്ചാൽ എത്ര നന്നായിരുന്നു, പവിത്രീകരിക്കാമായിരുന്നു. നല്ല ഒഴുക്കുള്ള സമയത്താണ് നിങ്ങൾ കുളിക്കാൻ നിശ്ചയിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഓരോ കാലുകളിൽ ചങ്ങല കെട്ടിവെച്ചിട്ടുണ്ട് ഒഴുകിപ്പോവാതിരിക്കാൻ. ഞാനും നിങ്ങളും ആ ചങ്ങല പിടിച്ചുകൊണ്ട് ആ പവിത്രമായ ഗംഗയിൽ കുളിച്ചുയരും. ആ സമയത്ത് നമുക്കറിയാം എത്ര പവിത്രമാണ് ഗംഗയെങ്കിലും, എത്ര പുണ്യമതിയാണ് ഗംഗയെങ്കിലും ഒരു പിടുത്തമില്ലാതെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തവും ഉണ്ടാവില്ല എന്ന്. പിന്നെ നമ്മൾ പവിത്രീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ കടലിലെത്തിച്ചേരുന്നു. അപ്പോൾ നമ്മളൊരു പിടുത്തം പിടിച്ചിട്ടേ ഗംഗയിൽ മുങ്ങുള്ളൂ. എവിടെയെങ്കിലും ഒരു പിടുത്തം വേണം. ഇതുപോലെ ഈ ഒഴുകുന്ന ജീവിത അനുഭവങ്ങളുടെ ഇടയിൽ ഭഗവത് പ്രേമമാകുന്ന പിടുത്തത്തിൽ പിടിച്ചിട്ടാണ് ഞാനും നിങ്ങളും മുങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് പതറില്ല എന്ന് പറയാണ്, മനസ്സ് തളരില്ല എന്ന് പറയാണ്. അങ്ങനെ ആ ഭഗവത് പ്രേമം അത് ഭഗവാനെ നിരന്തരമുണ്ടാവാൻ അങ്ങ് എവിടെയാണ്? സത്യസ്യയോനിം നിഹിതം ച സത്യേ. സത്യമായിരിക്കുന്ന ഈ ശരീരത്തിൽ സത്യമാക്കി തീർക്കുന്നത് അവിടുന്നാണ്. ആ സ്മരണ ഞങ്ങൾക്കുണ്ടാവണം. ഭഗവാനെ ഒരുപക്ഷെ അമ്പലത്തിൽ കാണാനോ ഒരു വിഗ്രഹത്തിൽ കാണാനോ എളുപ്പം സാധിച്ചു എന്ന് വരും. പക്ഷെ അവനവന്റെ കൂടെ ഭഗവാനുണ്ടെന്ന് കാണണമെങ്കിൽ അതിന് വലിയ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. ഭഗവാൻ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യദതി സിദ്ധയേ യദതാമഭിസിദ്ധാനാം മാം വേത്തി തത്വതാ. എന്നെ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ അടുത്ത് വരും, എന്നെ ഒരു വിഗ്രഹമായി കാണും, അല്ലെങ്കിൽ എന്നെ ഒരു ഫോട്ടോയിൽ കാണും. ഇനി എത്രയോ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മാം എന്നെ താത്വികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ പ്രിയാണ്. അപ്രകാരം സാധിക്കണമെങ്കിൽ സത്യസ്യ സത്യം ധൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. ഭഗവാനെ സത്യസ്വരൂപനായ അങ്ങ് എപ്പോഴും കൂടെയുണ്ടെന്ന് കാണാനുള്ള വിവേകത്തിന്റെ കണ്ണ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. ഭഗവാൻ ഗീതയിൽ പറയും അർജുനനോട്, എന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അർജുന, കണ്ണുകളെ കൊണ്ടൊന്നും എന്നെ കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ ഭഗവാനെ കാണുക? വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ജ്ഞാനത്തിന്റെ കണ്ണിലൂടെ, വിവേകത്തിന്റെ കണ്ണിലൂടെ വേണം എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്ന്. ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ആ വിവേകത്തിന്റെ കണ്ണുകൾ നമുക്ക് കിട്ടാൻ എന്താ വേണ്ടത്? ആ കണ്ണുകൾ കിട്ടാൻ ശൃണ്വൻ സുഭദ്രാണി രഥാംഗമാണി ജന്മാനി കർമാണി ചയാനി ലോകേ നാമാനി ഗീതാനി തദർത്ഥകാനി ശൃണ്വൻ ഗൃണൻ സംസ്മരണച്ച ചിന്തയൻ നാമാനി രൂപാനി ച മംഗളാനി തേ ക്രിയാസു യത്തച്ചരണാരവിന്ദയോ
ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ. ശൃണ്വൻ ഗൃണൻ സംസ്മരൻ ചിന്തയൻ. ഭഗവാനെ അങ്ങയെക്കുറിച്ച് ശൃണ്വൻ, ഈ ഭാഗവതത്തിലൂടെയൊക്കെ കേൾക്കണം. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഭഗവാൻ എവിടെയാണ്, ഏതു രൂപത്തിലാണ്, എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നതൊക്കെ. ശൃണ്വൻ. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. ഭഗവാൻ ഇനി നാളെ പറയും, മഹാത്മാക്കളായ വ്യാസാദി മഹർഷിമാരോട് പറയും, അഹോ വയം ജന്മവദ, ഞങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്. എന്താ ഭഗവാനെ അവിടുത്തെ ഭാഗ്യം? ദേവാനാം, ദേവന്മാർക്ക് പോലും ദുഷ്പ്രാപമായ നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ, ഇത് യോഗേശ്വര ദർശനം, നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ കാണാൻ സാധിക്കുക, നിങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുക, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പ്രിയൻ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരതീയ സംസ്കാരം നിൽക്കുന്നത് തന്നെ സത്സംഗത്തിലാണ്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇപ്രകാരമാണ് നമ്മുടെ സംസ്കൃതി പറയാണ്. അപ്പൊ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ സത്സംഗത്തിന്റെ വേദികളായിത്തീരണം. അങ്ങനെ നമ്മൾ ഇത് കേൾക്കുമ്പോഴാണ്, ശ്രവണത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഭഗവാനെ, ഇത്രയും കാലം അങ്ങയെ ഞാനൊരു വിഗ്രഹത്തിലൂടെ കണ്ടു, ഞാൻ ഇത്രയും കാലം അങ്ങയിൽ നിന്നും പലതും യാചിക്കുകയായിരുന്നു, പലതും കേണപേക്ഷിക്കുകയായിരുന്നു, എന്റെ ദൗർബല്യമാണിതെന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് അങ്ങെപ്പോഴും കൂടെയുണ്ടായിരുന്നു, ഒരു യാചിച്ച് ജീവിക്കേണ്ടവനല്ല, എന്നിലെപ്പോഴും അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അങ്ങ് തരുന്ന പരീക്ഷണങ്ങളെയൊക്കെ അങ്ങയുടെ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ സധൈര്യം കടന്നുപോകേണ്ടവനാണ്. അങ്ങ് തീർച്ചയായിട്ടും കൂടെയുണ്ടാവും. കൂടെ അങ്ങ് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ വേണ്ട വിവേകവും കാര്യങ്ങളും അങ്ങ് സമയാസമയം എനിക്ക് തരും എന്ന ബോധ്യം എനിക്ക് ഭഗവാനെ ഇപ്പോഴാണല്ലോ ഇതൊക്കെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രവണം, സംസ്മരൻ, ആദ്യം കേൾക്കണം. ശൃണ്വൻ കൃണൻ സംസ്മരൻ യശ്ച ചിന്തയൻ നാമാനി രൂപാനി. ഭഗവാനെ അവിടുത്തെ നാമങ്ങളെക്കുറിച്ച് കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യുക. പ്രേമത്തോടുകൂടി നിരന്തരം സ്മരിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പരമഭാഗ്യം. അങ്ങനെ ആര് ജീവിക്കുന്നുവോ, എല്ലാ പ്രവൃത്തികളും ഭഗവത് പ്രേമത്തോടുകൂടി സന്തോഷത്തോടുകൂടി, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം, ജീവിതത്തിലൊരു പ്രതിജ്ഞ അതായിരിക്കണം, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പറയിപ്പെറ്റ് പന്തിരകുലം എന്നുള്ളൊരു വംശം. 12 മക്കളെ പെറ്റൊരമ്മേ, മക്കളിൽ നിങ്ങളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് മധുസൂദനൻ നായരുടെ ഒരു കവിതയുണ്ടല്ലോ. അതിൽ നാരായണത്ത് ഭ്രാന്തന്റെ ഒരു സഹോദരനായിരുന്നു, നാരായണത്ത് ഭ്രാന്തന്റെ സഹോദരനാണ് അഗ്നിഹോത്രി. നാരായണത്ത് ഭ്രാന്തൻ എപ്പോഴും ഭ്രാന്തനെ പോലെയാണ്. കാരണം ആനന്ദത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ, സന്തോഷത്തിലാണ്. ഒരിക്കൽ അഗ്നിഹോത്രി ചോദിച്ചു, എപ്പോഴും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക ഭ്രാന്തല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചിരിച്ചു നടക്കണമെന്ന്. അപ്പൊ ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ചിരിക്കുക എന്നുള്ളത് മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, ഒരു എരുമ പൊട്ടിച്ചിരിക്കുന്നത്? അതൊരിക്കലും മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. കുരങ്ങൻ പല്ലുളിച്ച് കാട്ടാറേ ഉള്ളൂ, പൊട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ സന്തോഷം കൊണ്ട് പട്ടി പൊട്ടിച്ചിരിക്കാൻ, ഓ വീട്ടിലെല്ലാവരും വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒരാന പൊട്ടിച്ചിരിക്കാറുണ്ടോ? എവിടെയും കാണാറില്ല. ഒരു മൃഗവും ഇന്നേവരെ ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ മനുഷ്യന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ശക്തി നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചിരിക്കാതിരുന്നാൽ നാരായണത്ത് ഭ്രാന്തൻ ചോദിക്കാൻ, അപ്പൊ നമ്മളും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ചിരിക്കാത്തവരൊക്കെ നാരായണത്ത് ഭ്രാന്തനെ സംബന്ധിച്ച് 4 കാലിൽ നടക്കുന്ന ജീവികളെ പോലെയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിരിച്ചു തന്നെ ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ക്രിയാസു യത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേത നഭവായ കൽപ്പതേ. അങ്ങനെ ആര് ജീവിക്കുന്നുവോ അവർക്കൊരിക്കലും ഭവം എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിന് പല രോഗങ്ങളും വരും. മനസ്സിന് വരുന്ന ഒരു രോഗമാണ് ഭവരോഗം എന്നുള്ളത്. അതിനെന്താ ലക്ഷണം എന്നുള്ളതൊക്കെ നാളെ നമുക്ക് കാണാം. ഇപ്പൊ നമുക്കതിനുള്ള സമയമില്ല. ഭവരോഗം നമ്മളെ പിടികൂടിയാൽ അതിൽ നിന്ന് മുക്തി കിട്ടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ശരീരത്തിന്റെ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ ഒരുപക്ഷെ ഡോക്ടർമാർക്ക് സാധിച്ചു എന്ന് വരും. പക്ഷേ ഭവരോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ ഇന്നേ വരെ ഒരു സൈക്യാട്രിസ്റ്റിനും സാധിച്ചിട്ടില്ല. അതിന് സാധിക്കണമെങ്കിൽ ശൃണ്വൻ കേൾക്കണം. എന്ത് കേൾക്കണം? ഈ ഭാഗവതമൊക്കെ കേൾക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ജീവിതത്തിന്റെ ഒരു പരമസമ്പത്ത് തന്നെയാണ്, സത്യം തന്നെയാണ്. ഇപ്രകാരം പറഞ്ഞ് ആ ഭഗവാനെ നമസ്കരിച്ചു തൊഴുത് അവരവിടെ നിന്നും പോകുന്നു. ഇനി അതാ ഭഗവാൻ തന്റെ 8ാമത്തെ അവതാരം എടുക്കാൻ പോവുകയാണ്.
ശ്രീമദ് ഭാഗവതം പറയുന്നു, ഭഗവാൻ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ദിവസം എല്ലാ ഋതുക്കളും പൂർണ്ണ പ്രതാപത്തിലിരുന്നൊരു സമയത്ത്, ഓജസ്സിലും തേജസ്സിലും വരുന്ന സമയത്ത്, നക്ഷത്രങ്ങളൊക്കെ അതിൻ്റെ ശക്തിയിലിരുന്ന സമയത്ത് ഭഗവാൻ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ ആ കംസന്റെ കാരാഗ്രഹത്തിൽ, എങ്ങും ഒരു വശത്ത് കംസന്റെ ഭയം തിങ്ങി നിൽക്കുമ്പോൾ കാരാഗ്രഹത്തിൽ ചങ്ങലക്കിട്ട ദേവകീദേവിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കാൻ നിശ്ചയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ യുഗത്തിൽ, ഈ ഓരോ യുഗങ്ങളിലും, ഓരോ സമയങ്ങളിലും, യുഗം എന്ന് പറഞ്ഞാൽ കാലം എന്നൊരർത്ഥമുണ്ട്, ഓരോ നിമിഷങ്ങളിലും ഞാനും നിങ്ങളുമൊക്കെ വേദനിക്കുമ്പോൾ, ദുഃഖിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ശക്തി തന്ന് അതിൽ നിന്നും നമ്മളെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട്, നമ്മളെയൊക്കെ ഭഗവത് പ്രേമത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുന്നു പറയാണ്. അങ്ങനെ ഭഗവാൻ അവതരിക്കാൻ നിശ്ചയിച്ച സമയം അന്തരീക്ഷമെല്ലാം അതിന് തയ്യാറായി. എവിടെ നോക്കിയാലും ഒരു ശാന്തി. ഇപ്പോൾ നമ്മളിവിടെ അനുഭവിക്കുന്നത് പോലെ കാർമേഘത്താൽ അന്തരീക്ഷം നിറഞ്ഞു ഭഗവാന്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എവിടെ നോക്കിയാലും പ്രകൃതിയിൽ പോലും ഭഗവാനെ സ്വീകരിക്കാൻ ഒരു തേജസ്സും ഓജസ്സും നിറഞ്ഞു നിന്ന സമയത്ത് ഭഗവാൻ അതാ ആ അർദ്ധരാത്രിയിൽ എപ്രകാരമാണോ പൂർണ്ണ ചന്ദ്രൻ കൂരാകൂരിട്ടത്ത് പ്രകടമായാൽ ഒരു തേജസ് നിറയുന്നത്, അതുപോലെ ആ കംസന്റെ കാരാഗ്രഹത്തിൽ പ്രകടമാവുകയാണ്. നമ്മൾ ഭഗവാന്റെ അവതാരം വായിക്കണു. ഭഗവാൻ ദേവകീദേവിയിലൂടെ അവതരിക്കുന്നു എന്നത് പറയുന്നത് 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിലാണ്. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഭഗവാന്റെ അവതാരമാണ് ഇനി വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. എല്ലാവരും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.